ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന സ്ഥലം. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന സ്ഥലത്തെ മൈലമൂട് എന്ന കൊച്ചു ഗ്രാമം. അവിടെയാണ് പകൽ പോലും ആളുകൾ പോകാൻ ഭയപ്പെടുന്ന സുമതിവള ഉള്ളത്. വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീരൂപം എപ്പോൾ വേണമെങ്കിലും അവിടെ പ്രത്യക്ഷപ്പെടാം. ആരാണ് സുമതി? വെറും കെട്ടുകഥയിലെ നായികയല്ല സുമതി. 70 ആണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സുന്ദരിയായ യുവതിയായിരുന്നു അത്. കാരേറ്റ് സ്വദേശിനിയായ സാധാരണക്കാരിയായിരുന്നു. സാമ്പത്തികമായി താഴ്ന്ന നിലയിലുള്ള ഒരു കുടുംബമായിരുന്നു അവരുടേത്. അങ്ങനെയിരിക്കെയാണ് സുമതി ആണുമുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നത്. അവിടെ വെച്ച് സുമതി തന്റെ മുതലാളിയുടെ മകനുമായി അടുപ്പത്തിലായി. അടുപ്പം കൂടുന്നതിനനുസരിച്ച് മുതലാളിയുടെ മകന്റെ കുഞ്ഞ് സുമതിയുടെ വയറ്റിൽ വളർന്നു. താണുപിള്ളയുടെ മകൻ രത്നാകരന് വീട്ടുവേലക്കാരിയെ കല്യാണം കഴിക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ സുമതി തന്നെ കേട്ടാൻ രത്നാകരനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. 1953 ജനുവരി 27 ഒരു ചൊവ്വാഴ്ച പാങ്ങോട് മാതുരു ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം കാണാൻ വേണ്ടി സുമതിയെയും കൂട്ടി രത്നാകരൻ പോവുകയാണ്. തമിഴ്നാട്ടിലെങ്ങാനും പോയി ആരും അറിയാതെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് സുമതിയെ കൂട്ടിക്കൊണ്ടു പോയത് എന്നും പറയപ്പെടുന്നു. പോകുന്ന വഴിയിൽ രത്നാകരന്റെ സുഹൃത്തായ രവീന്ദ്രനെയും കൂടെ കൂട്ടി. അവർ പാങ്ങോട് എത്തിയതും പാലോടേക്ക് കാർ തിരിഞ്ഞു. ഇതുവഴി പോയാൽ എളുപ്പമെത്തുമെന്ന് അവർ സുമതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതി വണ്ടിയിൽ നിന്നിറങ്ങി കാട്ടിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. ഇരുട്ടായതിന് വഴിയറിയാതെ സുമതി ഓടിയെത്തിയത് ഒരു വലിയ വളവിലായിരുന്നു. പുറകെ എത്തിയ രത്നാകരനും സുഹൃത്തും അവളുടെ കൈകൾ കാട്ടുവള്ളികൾ കൊണ്ട് കെട്ടിയിട്ടു. അതിനുശേഷം മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കഴുത്തെറുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവൾ കേണപേക്ഷിച്ചു, തന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും വെറുതെ വിടാൻ, നമ്മൾ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചോളാമെന്ന്. പക്ഷെ ഇതൊന്നും കേട്ടിട്ടും മനസ്സിലില്ലാതെ ക്രൂരനായ രത്നാകരൻ കഴുത്തെറുത്ത് സുമതിയെ കൊന്നു. ഈ സംഭവം നടന്ന് 6 മാസങ്ങൾക്ക് ശേഷം രത്നാകരനും സുഹൃത്തും പോലീസ് പിടിയിലായി. അവരെ 15 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇവർ കുറച്ചുകാലം കഴിഞ്ഞ് മരിക്കുകയും ചെയ്തു. അതിനുശേഷം ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാതെ മരിച്ച സുമതിയുടെ ആത്മാവ് അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടന്നു. സുമതിയുടെ മരണത്തിന് ശേഷം 100-ലേറെ അജ്ഞാത മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു. രാത്രി 1 മണിക്ക് ശേഷം അതുവഴി പോകുമ്പോഴാണ് കൂടുതൽ പ്രശ്നമെന്ന് പറയുന്നു. വാഹനങ്ങൾ അവിടെ എത്തുമ്പോൾ എഞ്ചിൻ ഓഫാകുന്നു. ബൈക്കിൽ പോകുന്നവരെയൊക്കെ എടുത്തെറിയപ്പെട്ട പോലെ കാണപ്പെടുന്നു. പക്ഷേ ഇതിനു പിന്നിൽ സുമതിയാണോ അതോ ചില സാമൂഹ്യ വിരുദ്ധരോ? ചിലപ്പോൾ അവസരം മുതലെടുക്കുന്നതുമാകാം.